നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞക്കാട് പെരിങ്ങാല പള്ളിയുടെ സമീപത്ത് ഒരു ബസ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ റോഡ് ക്രോസായി കിടക്കുകയാണ്. ഇതുവഴിയുള്ള ചെറുവഴിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ ട്രാപ്പുകൾ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. കാറ് ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് കയറുകയായിരുന്നു. ആ സമയത്ത് ഇറങ്ങി വരുന്ന ബസ് പെട്ടെന്ന് തന്നെ അവർ സഡൻ ബ്രേക്ക് വരികയും സ്കിഡാവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാറും ഈ ബസ്സിൻ്റെ ഒരു സൈഡിലായി ആക്സിഡൻറ്റ് സംഭവിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോയും സമീപത്തായി ഈ ഓട്ടോ ഡ്രൈവർക്കും കാർ ഡ്രൈവർക്കും ചെറിയ രീതിയിലുള്ള പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല വൈദ്യുതി തൂണും ഇപ്പോൾ ഇടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പം ബസ് നീക്കം ചെയ്ത് വൈദ്യുതി പഴയ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലക്കോട് പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറുപുഴ മഞ്ഞക്കാട് പെരിങ്ങാല പള്ളിയുടെ ഇറക്കത്തിൽ കാറും സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും കാർ ഓടിച്ചിരുന്നയാൾക്കും പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്നും ചെറുപുഴ ഭാഗത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന തെക്കേടത്ത് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. മഞ്ഞക്കാട് പെരിങ്ങാല പള്ളിയുടെ ഇറക്കത്തിൽ വെച്ച് അമിത വേഗതയിൽ ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് വന്ന കാർ ബസ്സിന് മുന്നിലേക്ക് പെട്ടെന്ന് കയറുകയായിരുന്നു. കാറിനെ ഇടിക്കാതിരിക്കാൻ ബസ് ഡ്രൈവർ സഡൻ ബ്രേക്ക് ചവിട്ടിയതോടെ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി റോഡിന് കുറുകെ നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. ബസ് നിയന്ത്രണം വിട്ട് മറിയാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അപകടത്തിൽ കാറിന്റെയും ബസിന്റെയും ഓട്ടോയുടെയും മുൻഭാഗം തകർന്നു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡിന് കുറുകെ ബസ് തങ്ങി നിന്നതിനാലും ഇലക്ട്രിക് പോസ്റ്റും ലൈനുകളും റോഡിലേക്ക് പൊട്ടി വീണതിനാലും ചെറുപുഴ പെരിങ്ങാല റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആലക്കോട് പോലീസും KSEB അധികൃതരും സംഭവസ്ഥലത്തെത്തി. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം തകർന്ന പോസ്റ്റും ലൈനുകളും മാറ്റാനുള്ള നടപടികൾ KSEB ജീവനക്കാർ ആരംഭിച്ചു. റോഡിന് കുറുകെ കിടക്കുന്ന ബസ് മാറ്റി ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്.